കോളേജിൽ ഓണം പ്രോഗ്രാം ആട്ടോ. ഇത് നമ്മൾ വിഹാരയിൽ നിന്ന് ഡിസൈൻ ചെയ്ത ഡ്രസ്സാട്ടോ. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ് വരും, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ അവിടെ മമ്മേൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരൊക്കെ നമുക്കൊരു ഹായ് ഒക്കെ തന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതും വേറെ സ്റ്റുഡൻസ് ആട്ടോ ഫ്രണ്ട്സ്. ഇതേ അവിടുത്തെ സാറുമാരാട്ടോ. ഇതവിടുത്തെ ടീച്ചേഴ്സ് ആട്ടോ ഫ്രണ്ട്സ്. അപ്പം അവിടെ പൂക്കലിടുന്ന മത്സരമായിരുന്നു കേട്ടോ. നമ്മൾ വേറെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇപ്പം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. ഇതാട്ടോ അവിടുത്തെ പ്രിൻസിപ്പള്. അപ്പൊ അവിടെ കുറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത സാറ് പാട്ടൊക്കെ പാടുക കേട്ടോ. അപ്പൊ ഇത് വേറെ വേറെ സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സാറ് വന്നുകൊണ്ട് നമ്മളെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതേ പ്രിയങ്ക മിസ്സും കൂടി വന്നു. പിന്നെ ഇതേ വേറെ 2 ടീച്ചേഴ്സും കൂടി ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. അങ്ങനെ പൂക്കളിടല് മത്സരം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുന്ന ഫസ്റ്റത്തെ ആണോ അല്ലെങ്കിൽ ഈ പൂക്കളാണോ ഇഷ്ടപ്പെട്ടിട്ടായി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അവിടുത്തെ ഡാൻസ് ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. മാവേലിയൊക്കെ വന്നു കേട്ടോ അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ ഡാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാട്ടോ മാവേലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഇതാട്ടോ അവിടുത്തെ വേറെ സ്റ്റുഡൻസ് നമുക്ക് ഹായ് ഒക്കെ തന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇത് അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ. മഴ പൂഞ്ചൊടിയിൽ പുന്നാരം പിന്നെ ഫ്രണ്ട്സ് നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അടുത്ത സദ്യയൊക്കെ. അപ്പോൾ ടീച്ചേഴ്സും സാറുമാരൊക്കെ ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് സ്റ്റാഫിൻ്റെ അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. MLA ഒക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു മലയാളി മങ്ക ഉണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ ഷോ ആണ്. പിന്നെ ലെമൺ ആൻഡ് സ്പൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത് പടം വലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും